സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രശസ്തനായ പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്ററെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വ്യക്തിമുദ്രകളിൽ അവതരിപ്പിക്കുന്നത്. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്റർ. ഭാഷാ പണ്ഡിതനായ അധ്യാപകൻ, പ്രഭാഷണ കലയുടെ മർമ്മം അറിഞ്ഞ പ്രഗത്ഭവാഗ്മി, സാഹിത്യകാരൻ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ തിളക്കമാർന്ന വ്യക്തിത്വത്തിനുടമയാണ് പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്റർ. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, KPTU ജില്ലാ പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, സഹോദരൻ അയ്യപ്പൻ സ്മാരക കമ്മിറ്റി സെക്രട്ടറി, PJ ആന്റണി മെമ്മോറിയൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചിട്ടുള്ള തങ്കപ്പൻ മാസ്റ്റർ ഇപ്പോൾ മുഴുവൻ സമയവും സാഹിത്യരചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വടക്കൻ പറവൂരിനടുത്ത് പൂയപ്പള്ളി ഗ്രാമത്തിലാണ് ജനനം. കവിതയിലായിരുന്നു സാഹിത്യരചനയുടെ തുടക്കം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതി തുടങ്ങി. 10ാം ക്ലാസ്സിലായിരിക്കുമ്പോഴാണ് കൗമുദി വാരികയിൽ ആദ്യ കവിത അച്ചടിച്ചു വന്നത്. തുടർന്ന് കവിതകൾ വാരികയിൽ അച്ചടിച്ചുകൊണ്ടിരുന്നു. മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ചരിത്ര സ്മാരകങ്ങളെപ്പറ്റി ദീർഘകാലം എഴുതി. DM പൊറ്റക്കാടിന്റെ പത്രാധിപത്യത്തിൽ മാസികയായി ഇറങ്ങിയിരുന്ന ജനതയിലും പനമ്പള്ളി ഗോവിന്ദമേനോന്റെ പത്രാധിപത്യത്തിൽ ഇറക്കിയിരുന്ന ദീനബന്ധുവിലും ധാരാളം കവിതകൾ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചു വന്നു. ബാലസാഹിത്യ രംഗത്തും നർമ്മ സാഹിത്യത്തിലും ഒട്ടേറെ സംഭാവനകൾ പൂയപ്പള്ളിയുടേതായുണ്ട്. 1960കളുടെ തുടക്കത്തിൽ സാഹിത്യ നിരൂപകൻ P. വാര്യർ ഇറക്കിയിരുന്ന പൂമ്പാറ്റയിൽ വീരസാഹസിക കഥകൾ എഴുതിയാണ് ബാലസാഹിത്യ രചനയുടെ തുടക്കം. തുടർന്ന് പൂമ്പാറ്റയിൽ ബീർബൽ കഥകളും തെന്നാലിരാമൻ കഥകളും പുനരാഖ്യാനം ചെയ്തു. ബീർബൽ കഥകൾ അതിനു മുൻപ് മറ്റാരും മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടില്ലെന്നാണ് അറിവ്. ചിലമ്പൊലി, ബാലരമ, തത്തമ്മ, മലർവാടി, തളിര് തുടങ്ങിയ കുട്ടികളുടെ മാസികകളിലും എഴുതി. മുത്തശ്ശി പറഞ്ഞ കഥകൾ, ചങ്ങാതികൾ, ഇളങ്കോ അടികൾ എന്നീ 3 പുസ്തകങ്ങളും ബാലസാഹിത്യ രംഗത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സരസൻ, നർമ്മദ തുടങ്ങിയ ഹാസ്യ മാസികകളിൽ ഒട്ടേറെ നർമ്മലേഖനങ്ങൾ എഴുതി. പ്രമുഖ കാർട്ടൂണിസ്റ്റായിരുന്ന തോമസുമായുള്ള അടുത്ത സുഹൃത്ത് ബന്ധമായിരുന്നു നർമ്മ സാഹിത്യ രചനയ്ക്ക് കാരണമായത്. PJ ആന്റണിയുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന കാത്തലിക് യൂത്ത് എന്ന ദ്വൈവാരികയിൽ സന്ധ്യാവ് വല്യപ്പൻ എന്ന പേരിൽ ഒരു നീണ്ട കവിത എഴുതി. 4 ലക്കങ്ങളിലായാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. നാടകങ്ങളും ഏകാംഗ നാടകങ്ങളും ഗാനങ്ങളും രചിച്ചുകൊണ്ട് രംഗവേദിക്കും പൂയപ്പള്ളി തൻ്റെതായ സംഭാവനകൾ നൽകി. യാതനകളുടെയും ത്യാഗത്തിന്റെയും കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു വിദ്യാഭ്യാസ കാലം. സാമ്പത്തിക പ്രതിസന്ധി മൂലം പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയ ശേഷം സ്വപ്രയത്നത്താൽ ഓരോ പടവുകളും എത്തിപ്പിടിക്കുകയായിരുന്നു. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം പഠനം തുടരാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. ആലുവ UC കോളേജിൽ ചരിത്രം ഐച്ഛിക വിഷയമായി എടുത്ത് ഇന്റർമീഡിയറ്റിന് ചേർന്നെങ്കിലും തുടരാനായില്ല. ഈ അവസ്ഥയിലാണ് ഡോക്ടർ KP നായകത്തിന്റെ കീഴിൽ ഫാർമസിസ്റ്റ് പഠനത്തിന് ഒരുങ്ങിയത്. ഫാർമസിസ്റ്റ് പരീക്ഷ പാസ്സാവുകയും വളരെ കാലം ഫാർമസിസ്റ്റായി ജോലി ചെയ്യുകയുമുണ്ടായി. ആ കാലയളവിലാണ് സാഹിത്യ വിശാരദ പരീക്ഷ പാസ്സായത്. ഇതിനിടെ ജോലി തേടി അദ്വൈതാശ്രമത്തിലെത്തിയെങ്കിലും ശ്രീ ശങ്കര കോളേജിൽ ചേർന്ന് പഠിക്കാനാണ് ആഗമാനന്ദ സ്വാമികൾ ഉപദേശിച്ചത്. സംസ്കൃതം ഐച്ഛിക വിഷയമായെടുത്ത് പ്രീ യൂണിവേഴ്സിറ്റിക്ക് അവിടെ ചേർന്നെങ്കിലും അവിടെയും പഠനം തുടരാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ചെറായി സഹോദരൻ സ്മാരക സ്കൂളിൽ താൽക്കാലിക അധ്യാപകനായി ജോലി ലഭിച്ചത്. അധ്യാപകനായിരിക്കെ സ്വയം പഠനത്തിലൂടെ മലയാള ഭാഷയിൽ ബിരുദവും NCERT-യുടെ കീഴിൽ B.Ed.ഉം കരസ്ഥമാക്കി. 1970 ചെറായി വിജ്ഞാനവർദ്ധിനി സഭയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചിറക്കിയ സുവനീറിനു വേണ്ടി സഭയുടെ
ചരിത്രത്തെക്കുറിച്ച് ലേഖനം എഴുതേണ്ടി വന്നപ്പോൾ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടി വന്നു. MK കുമാരനുമായി സഹോദരനെ പറ്റി നടത്തിയ ദീർഘമായ ചർച്ചകൾ കുമാരനാശാനും സഹോദരൻ അയ്യപ്പനും സാമൂഹ്യ വിപ്ലവവും എന്ന പുസ്തകം തയ്യാറാക്കാൻ വഴികാട്ടിയായി. പിന്നീട് സഹോദരൻ സ്മാരക കമ്മിറ്റി സെക്രട്ടറി ആയതോടെ സഹോദരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറെ കൂടി കൂലങ്കുഷമായി പഠിക്കാൻ കഴിഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള പണ്ഡിറ്റ് കറുപ്പനെയും കെടാമംഗലം പപ്പുകുട്ടിയെയും കുറിച്ചുള്ള സമഗ്രമായ പഠനങ്ങളും ജീവചരിത്ര ഗ്രന്ഥങ്ങളും ഇല്ല എന്നത് ആ മഹത് വ്യക്തികളുടെ സേവനത്തിന്റെ മഹത്വം വരും തലമുറകൾ ശരിയായി മനസ്സിലാക്കപ്പെടാതെ പോകുമെന്ന് തോന്നി. അതാണ് പണ്ഡിറ്റ് കറുപ്പനെയും കെടാമംഗലം പപ്പുകുട്ടിയെയും കുറിച്ചുള്ള ജീവചരിത്ര രചനയ്ക്ക് പ്രചോദനമായത്. ഗുരുദക്ഷിണയാണ് ആദ്യത്തെ കവിതാ സമാഹാരം. തുടർന്ന് യാത്ര, ഗ്രീഷ്മ സന്ധ്യയിലെ കാറ്റ് എന്നീ കവിതാ സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചു. നവോത്ഥാന കാല കവിത, സഹോദരന്റെ പദ്യകൃതികൾ, TK രാമകൃഷ്ണൻ ജീവിതവും കാലവും, സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ എന്നിവയാണ് മറ്റ് കൃതികൾ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ചു വരുന്ന നവോത്ഥാന നായകരുടെ ജീവചരിത്ര പരമ്പരയുടെ ജനറൽ എഡിറ്ററാണ്. ഇതിനകം 30 ജീവചരിത്ര ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്തിറക്കി. സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തങ്കപ്പൻ മാസ്റ്ററോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നതിന് ഈ പുരസ്കാര ലബ്ധി വിവിധ സംഘടനകൾ പ്രയോജനപ്പെടുത്തി. 100 കണക്കിന് വേദികളിലാണ് ഇദ്ദേഹം ആദരിക്കപ്പെടുകയുണ്ടായത്. സ്വദേശമായ പറവൂരിനടുത്തുള്ള പൂയപ്പള്ളി ഗ്രാമത്തിൽ നിന്ന് പടിഞ്ഞാറേക്കരയായ ചെറായിയിൽ 1968 തങ്കപ്പൻ മാസ്റ്റർ സ്ഥിര താമസമാക്കിയത്. ശകുന്തളയാണ് ഭാര്യ. ബിജു, ബിനുമോൾ, സിനി എന്നിവർ മക്കളാണ്. 88 വയസ്സ് പിന്നിടുന്ന ഈ വേളയിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മറന്ന് ഊർജ്ജസ്വലനായി ഇപ്പോഴും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമാണ് തങ്കപ്പൻ മാസ്റ്റർ.